ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് KSEB-യുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ എന്നൊരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് ധാരാളം സംശയങ്ങൾ ഉണ്ടാവുകയുണ്ടായി. കാരണം ഏതാണ്ട് 2013 വന്ന റാങ്ക് ലിസ്റ്റിന് ശേഷം പിന്നീട് ഈ ഒരു പോസ്റ്റിലേക്ക് PSC വിജ്ഞാപനമൊന്നും വരാത്തതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിനെ പറ്റിയും ഈ പോസ്റ്റിൽ വരാൻ സാധ്യതയുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇനി എന്നത്തേക്ക് ഈ പോസ്റ്റ് വരും എന്നൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കൊരു മറുപടിയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം എഴുതാൻ യോഗ്യതയുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് അവസാനം നടന്ന ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ച ഡേറ്റാസ് നോക്കാം. ഇതിന് 11/2011 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു അന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അന്ന് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 30/9/2013 30/9/2013 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഇതിന് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ ഏതാണ്ട് 4000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ നിയമനം നടക്കുകയും ചെയ്തു. അത് കേരളത്തിലെ 14 ജില്ലകളിലുമാണ് ഈ ഒരു നിയമനം നടന്നത്. അതായത് അത്യാവശ്യം നിയമനം എല്ലാ ജില്ലകളിലും നടന്ന ഒരു തസ്തികയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇതിന്റെ ഡീറ്റെയിൽ ഡേറ്റയിലേക്ക് പോവുകയാണെങ്കിൽ മൊത്തത്തിൽ 4020 പേരെ നിയമിച്ചു. തിരുവനന്തപുരത്ത് 480 പേരെയും, കൊല്ലത്ത് 132 പേരെയും, ആലപ്പുഴയിൽ 276 പേരെയും, പത്തനംതിട്ടയിൽ 141 പേരെയും, കോട്ടയത്ത് 172 പേരെയും, ഇടുക്കിയിൽ 148 പേരെയും, എറണാകുളത്ത് 263 പേരെയും, തൃശ്ശൂർ 514 പേരെയും, പാലക്കാട് 449 പേരെയും, മലപ്പുറത്ത് 384 പേരെയും, കോഴിക്കോട്ട് 463 പേരെയും, വയനാട് 91 പേരെയും, കണ്ണൂരിൽ 412 പേരെയും, കാസർഗോഡ് 125 പേരെയുമാണ് നിയമിച്ചത് എന്ന് നമുക്ക് ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും എന്താണ് ഇനി ഈ തസ്തികയുടെ അവസ്ഥ എന്നുള്ളതാണ്. അതായത് KSEB-യിൽ ഈ ഒരു തസ്തികയ്ക്ക് ചെറിയൊരു മാറ്റം വന്നു എന്നുള്ളത് ഈ റീസെന്റ് ടൈംസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അതായത് ഈ പേര് മാറ്റിയിട്ടുണ്ട്, നിലവിൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള യോഗ്യതയിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ നിലവില് 1909 ഒഴിവുകൾ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് സെലക്ഷൻ ആയിട്ടുള്ള ഏതാണ്ട് 3085 പേർക്ക് ലൈൻമാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് പ്രമോഷൻ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ പോവുകയാണ് ഉടൻ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആകെ മൊത്തം തസ്തിക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആകമാനം 4994 തസ്തിക, ഏതാണ്ട് 5000-ഓളം തസ്തികകൾ ജനറേറ്റ് ചെയ്യപ്പെടും എന്നാണ് നിലവിൽ നമുക്ക് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഒരു തസ്തികയുടെ പേരൊന്ന് മാറ്റി, അതായത് മസ്ദൂർ അല്ലെങ്കിൽ വർക്കർ എന്ന് പറയുന്ന തസ്തിക മാറ്റിയിട്ട് ജൂനിയർ ടെക്നീഷ്യൻ എന്ന പുതിയ പേരാണ് ഈ ഒരു തസ്തികയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ യോഗ്യത എന്ന് പറയുന്നത് 4ാം ക്ലാസ് ജയം എന്നത് മാറ്റിയിട്ട് ഇവിടെ 10ാം ക്ലാസ് ജയവും ഇലക്ട്രിക്കൽ വയർമാൻ കോഴ്സിൽ ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ നിങ്ങൾക്ക് 2 വീലർ ലൈസൻസും ഒപ്പം തന്നെ 2 വീലർ ലൈസൻസിനോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ കയറുവാനുള്ള സ്കില്ലും കൂടി ഇവിടെ അസസ് ചെയ്ത ശേഷമായിരിക്കും ഈ ഒരു തസ്തികയിലേക്ക് നിയമനം KSEB നടത്തുക അല്ലെങ്കിൽ KSEB കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പുതിയതായിട്ട് KSEB കൊണ്ടുവന്ന മാനദണ്ഡം. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പരീക്ഷ ഉണ്ടാകാം എന്ന് എക്സ്പെക്ട് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. എന്നുള്ളത് പറയുവാനുള്ള ഒരു ആധികാരികമായിട്ടുള്ളൊരു ഡേറ്റ നമുക്കില്ല. പത്രവാർത്ത മാത്രമാണ് നമ്മുടെ മുമ്പിലുമുള്ള ഏക സോഴ്സ്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ നമുക്കിത് എത്തും എന്നൊരു ശുഭപ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ നടത്തുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികൾക്കായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് കയറി അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഡിസ്കഷനും സാധ്യമാണ്. മാത്രമല്ല മെറ്റീരിയൽ പലതും നിങ്ങൾക്ക് ലഭിക്കാനും ഇത് സഹായിക്കും. മാത്രമല്ല എക്സാമുകളുടെ അപ്ഡേഷൻ കൃത്യമായിട്ട് അറിയുവാനും ഈ ഒരു ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ധാരാളമായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു കണ്ടന്റുമായിട്ട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. KSEB വർക്കർ എന്ന് പറയുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുമായി നമുക്ക് ഇനിയും കാണാം. അപ്പോൾ വിശദമായ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഫോളോ അപ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും
ഒരു നല്ലൊരു ദിനവും നല്ലൊരു ഫ്യൂച്ചറും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.